ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൺ ലിവർ ഫ്രൈ ആണ്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് ലിവറിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയാണ്. അത് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, ഒരു മീഡിയം സവാള കട്ട് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടി വേകാനുള്ളത് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇതൊരു വേകാനായിട്ട് അനുവദിക്കാം. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടച്ചു വെച്ച് നമുക്ക് വേവുന്നിടം വരെ വേവിക്കാം. ഒരു 20-25 മിനിറ്റ് വേണ്ടി വരും. ഒരു 5-6 ചുവന്നുള്ളി, ഒരു 30 ഗ്രാം വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ജിഞ്ചർ അതുപോലെ ഒരു ചെറിയ കഷ്ണം. ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മതി. ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ലിവർ വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കൂടുതലായാലും ചിലപ്പോൾ അതങ്ങ് കട്ടിയായി പോകും. ഇനി ലിവർ ഫ്രൈ ആക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി അത് ഇടുവാണ്. നന്നായിട്ട് വഴറ്റാം. ഇതിൽ കൂടെ കുറച്ച് കറി ലീഫ് ഇടാം. സവാള ഇടാം. ഇത് 2 മീഡിയം സവാള ഉണ്ട്. നന്നായിട്ട് വഴറ്റണം. നമുക്ക് ഇതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റും. പെരുംജീരകം 1/2 ടീസ്പൂൺ ഇടാം. പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ഇടാം. ലിവറിന് ഇച്ചിരി പെപ്പർ കൂടി നിൽക്കുന്നത് നല്ലത്. നമുക്ക് കുക്ക് ചെയ്ത് ലിവർ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ മട്ടൺ ലിവർ ഫ്രൈ റെഡി ആയിരിക്കുന്നു. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.